നമസ്തേ, ദ വിൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നുള്ളതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നോ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ മൈൻഡിലുള്ള ഏത് വ്യക്തിയാണോ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. 3 ടൈംസ് അവരുടെ നെയിം പറയാം. പ്രസന്റ് മൊമെൻറ്റിൽ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ എൻഡായിപ്പോയി, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, നിങ്ങൾ മെയിനായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷനിൽ ഒത്തിരിയധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. സോ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും സംശയരോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷനിൽ നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ഇവർ മെയിനായിട്ട് ചിന്തിക്കുന്നത്. ലൈക്ക് എപ്പോഴും നിങ്ങൾക്ക് അവർ എന്ത് ചെയ്താലും നിങ്ങൾക്കതിൽ മിസ്റ്റേക്സ് ആണ്, അല്ലെങ്കിൽ അവരെന്ത് കാണിച്ചാലും നിങ്ങൾക്കതിൽ മിസ്റ്റേക്സ് ആണ്. എപ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ വളരെ ബാഡായിട്ടുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയാണ് അതിനെ കാണുന്നത്. ലൈക്ക് ആ ഒരു വ്യക്തി ഒരു ബാഡാണ്, അവരുടെ ഇൻറ്റൻഷൻസ് ബാഡാണ്, ആ ഒരു വ്യക്തി ഒരു ബാഡാണ് എന്നുള്ള രീതിക്കാണ് നിങ്ങൾ എപ്പോഴും ഈ ഒരു റിലേഷനെയും ആ ഒരു വ്യക്തിയെയും നോക്കി കാണുന്നതെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കൂടെ ഒരു തുടക്കം ആഗ്രഹിച്ചാൽ പോലും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും, ഈ ഒരു വ്യക്തി വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എത്രയൊക്കെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ എപ്പോഴും ഓരോ ട്രസ്റ്റ് ഇഷ്യൂസും ഡൗട്ട്സും അങ്ങനത്തെ ഉള്ളൊരു എനർജീസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ഒരു വ്യക്തി പറഞ്ഞത്. മേ ബി അത് അങ്ങനെ അല്ലായിരിക്കാം. റീഡിങ്സ് ആണ്, അപ്പം മേ ബി അത് റെസനേറ്റ്, അത് ഓരോ മനുഷ്യരുടെയും ചിന്താഗതികളൊക്കെ ഡിഫറെൻ്റ് അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു തോട്ട്സ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു ടൈമിലുള്ളത്. നിങ്ങൾക്ക് എപ്പോഴും സംശയമാണ്, എപ്പോഴും ഫുൾ ടൈം നിങ്ങൾ ഇവരെ സംശയിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മൂവ് ചെയ്യുകയാണ്, ഞാൻ ഈ റിലേഷനിൽ നിന്ന് പോവാണ്, ബൈ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ തന്നെ മൂവ് ചെയ്ത് പോകാൻ ശ്രമിക്കണം. ഞാൻ ഈ ഒരു കണക്ഷനിൽ നിന്ന് പോവാണ്, എനിക്ക് ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ താല്പര്യമില്ല, എന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ ഈ ഒരു കണക്ഷൻ വേണ്ട, ഞാൻ മൂവ് ഓൺ ചെയ്യുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നുണ്ടാവും. സോ അങ്ങനത്തെ ഒരു എനർജി എനിക്കറിയില്ല ഇത് ഇത്രമാത്രം ആളുകൾക്ക് റെസനേറ്റ് ആകും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. സോ നിങ്ങൾ എപ്പോഴും മൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്, ഈ ഒരു വ്യക്തിയെ വിശ്വാസമില്ല, പിന്നെ ഞാൻ ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടും ഞാൻ ഈ ഒരു വ്യക്തിനെ ഇത്രയും സ്നേഹിച്ചിട്ടും എന്താ കഥയിരിക്കുന്നത് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ശരിക്കും ആള് ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ഫാമിലിയെ കളഞ്ഞിട്ട് പോലും ഞാൻ ഈ റിലേഷന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഇത്. ഞാൻ എൻ്റെ ഫാമിലിയെ കളഞ്ഞിട്ട് പോലും ഞാൻ ഈ റിലേഷന് വേണ്ടി നിന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രമാത്രം ഈ റിലേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലോസ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. ബിക്കോസ് ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹവും കെയറും, അല്ലെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ള ഈ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, അത് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ടോ, അല്ലെങ്കിൽ എൻ്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ടോ, ഞാൻ ചെയ്യുന്ന ഹെൽപ്പുകൾ അത് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ടോ ഒരിക്കൽ പോലും പറ്റിയിട്ടില്ല. മേ ബി ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഫൈനാൻസ് ഒക്കെ തന്ന് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവാം, നിങ്ങൾക്ക് പൈസ തന്ന ഹെൽപ്പൊക്കെ ഇപ്പോൾ നിങ്ങളെപ്പോഴും അവരുടെ ആ ഒരു പൈസയൊക്കെ കൊടുത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻറ്റൻഷനെ നിങ്ങൾ വളരെ മോശമായിട്ടായിരിക്കും കണ്ടിട്ടുള്ളത്. ലൈക്ക് നിങ്ങൾ ആ ഒരു വ്യക്തി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് തന്നു, അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മേ ബി മനസ്സിലായോ? ശരിക്കും ഇവർ ചിന്തിക്കുന്നത്, ഞാൻ ശരിക്കും എത്ര മണ്ടത്തരമാണ് കാണിച്ചത്, ഞാൻ എൻ്റെ ഫാമിലിയെ കളഞ്ഞിട്ടാണ് ഞാൻ ഈ റിലേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്, ശരിക്കും ഒരു മണ്ടത്തരമായിപ്പോയി, അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും ഒരു വ്യക്തിക്ക് ഒരു നഷ്ടബോധമാണ് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ പറയത്തില്ലേ, ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ഫുൾ മണിയും നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, നമുക്ക് നാളെ അതിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്, പക്ഷേ പെട്ടെന്ന് ഇതിൽ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കയ്യിലുള്ളതൊന്നും ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. മനസ്സിലായി? ഇനിയിപ്പോൾ മുന്നോട്ട് നോക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല, മൊത്തം ഇതിൻ്റെ പേരിൽ ചിലവാക്കി, ഇനിയിപ്പം സ്റ്റെബിലിറ്റി എന്നുള്ളൊരു കാര്യമില്ല. അങ്ങനത്തെ ഒരു എനർജീസാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം വളരെ മോശമാണ്, എനിക്ക് എൻ്റെ ഫാമിലിയായിട്ട് ലോയലായിട്ടിരിക്കാൻ പറ്റിയിട്ടില്ല, ഈ ഒരു കണക്ഷനിൽ ഞാൻ ലോയലായിട്ട് ഇരുന്നപ്പോൾ എനിക്ക് ഈ ഒരു 3 പെയിൻ, ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെയിനാണ് എനിക്ക് തന്നിട്ടുള്ളത് ഈ ഒരു വ്യക്തി. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാക്സിമം ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഈ ഒരു കണക്ഷനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ഫാമിലിയിലും എൻ്റെ കരിയറിലും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം.
മനസ്സിലായോ? അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. മേ ബി ഇത് തന്നെയായിരിക്കും നിങ്ങളും ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ ഫാമിലിയെ കളഞ്ഞിട്ട് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും. സെയിം അതുപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും ചിന്തിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലേ, അതുപോലെ ഈ ഒരു വ്യക്തിയും ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ കുറിച്ചിട്ട്. ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഒരു 2 ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ആക്ച്വലി ഇതിൽ അത് ഇടാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കറിയില്ല ഞാൻ ഏതോ ടൈമിൽ അവിടെ കൊണ്ട് അത് അപ്ലോഡ് ചെയ്തു. ഓക്കെ, നിങ്ങൾ കാണാം കേട്ടോ, അത് പോയി, എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും ഒത്തിരി. ആൾ ചിന്തിക്കുന്ന ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് എന്താണെന്നറിയാം, എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമാണ്. മനസ്സിലായി, എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമാണ്. ഒരു തരത്തിലുള്ളൊരു സമാധാനം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുക്കത്തില്ലെന്ന് ആ ഒരു വ്യക്തി ശരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ഒരു ടൈമിൽ. മനസ്സിലായി, എപ്പോൾ ഈ ഒരു കണക്ഷനെ കുറിച്ച് ചിന്തിച്ചാൽ മേ ബി ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ല സ്റ്റെപ്പ് ബൈ. ഇപ്പോൾ 8 മന്ത് ആയിട്ടുണ്ടാവും നിങ്ങൾ സെപ്പറേഷൻ ഫേസിലായിട്ട്, അല്ലെങ്കിൽ 8 days 8 weeks ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. മേ ബി 10 months ഒക്കെ ആയിട്ടുണ്ടാവാം, മേ ബി അതല്ലെങ്കിൽ 10 days ഒക്കെ. അത്രയും ഒരു സെപ്പറേഷൻ ഫേസ് അല്ല, സ്റ്റെപ്പ് ബാക്കിൻ്റെ എനർജീസ്, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ ഒരു കണക്ഷനിൽ ഫീൽ. ലൈക്ക് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് വെച്ചാൽ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി ഒരു അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ജോബ്, അല്ലെങ്കിൽ അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഉണ്ടാകാൻ പോകുന്നില്ല. മനസ്സിലായോ? ഈ ഒരു മൈൻഡ് സെറ്റാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കോണ്ടാക്ട് വരാതിരിക്കുന്നതിനുള്ള മെയിൻ റീസൺ. ചില സമയത്ത് ഇവർ വിചാരിക്കും റീസെൻ്റായിട്ട് നിങ്ങളൊക്കെ എന്താ പറയുക, ഈ ഒരു വ്യക്തി നിങ്ങൾ റീസെൻ്റായിട്ട് ഇവർ നിങ്ങളുടെ വീടിനടുത്തൂടെയൊക്കെ ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ടാവാം. മനസ്സിലായി, പക്ഷേ ഈ ഒരു വ്യക്തി മനഃപൂർവ്വം നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവില്ല. വിളിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വിളിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഇത് തന്നെയല്ലേ എപ്പോഴും. പിന്നെ വെറുതെ പോയി കണ്ടിട്ട് പിന്നെ ഹേർട്ടായി, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത് എന്നുള്ളൊരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രാവൽ ചെയ്ത് പോയാലും നിങ്ങളെ കാണണം എന്നും ആഗ്രഹമുണ്ട്, നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ആൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ആൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എന്നും ഇത് തന്നെയല്ലേ പ്രശ്നങ്ങൾ. അപ്പം ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന് വിചാരിച്ചാലും എന്നും ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ അതിലൊരു കഥയുള്ളത് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇവർ ചിന്തിക്കുകയാണ് ലൈക്ക് സമയം ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രയും നന്നായിരുന്നേനെ, ഈ പറ്റിയിട്ടുള്ള മിസ്റ്റേക്സിനെ തിരുത്താൻ പറ്റിയേനെ എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ലൈക്ക് സമയം ബാക്കിലേക്ക് പോയി നിങ്ങളെ കണ്ടില്ലായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും ഒരു ലോസ് എനിക്ക് സംഭവിക്കത്തില്ലായിരുന്നു. മനസ്സിലായോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഫാമിലിക്കും എനിക്ക് ലോയലായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഒരു പെയിൻ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു പെയിൻ മാത്രമേ എനിക്കുണ്ട് സ്വന്തമായിട്ട്. ഈ ഒരു പെയിനും ഭയങ്കരമായിട്ടും അൺസൈക്കബിൾ ആയിട്ടുള്ള ഒരു പെയിനാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള റീസൺസ് ഒക്കെ എൻ്റെ മിസ്റ്റേക്സ് ആണ്. സമയം ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു മിസ്റ്റേക്സിനെ തിരുത്തിയാണ് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. റീഡിങ്സിൽ എന്താണോ വരുന്നത് ഞാൻ പറയൂ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. ഇപ്പോൾ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഈ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഒരു ആക്ഷൻ വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ്. ഇവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ഇവരൊരു ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിക്ക് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ആണിത്. ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ പവറിലാണ് ഇരിക്കുന്നത്. ഓക്കെ ബൈ, കുറേ ആയി, നിനക്ക് പോകണം താല്പര്യം ഉണ്ടെങ്കിൽ നീ പോയിക്കോ, ബൈ. നിങ്ങളും ആ ഒരു ബൈൽ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ലൈക്ക് ഞാൻ മടുത്തു, ഇനിയിപ്പം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തോളാൻ വയ്യ എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ എംപ്രസ് ആണ്. ഡസൻറ്റ് മാറ്റർ നിങ്ങൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അധികം ഫെമിനിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഫെമിനിറ്റി എന്നുള്ളൊരു എനർജി വളരെ മോശമായിട്ടുള്ളൊരു എനർജി ഒന്നും അല്ല കേട്ടത്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു എനർജിയാണ് ഫെമിനിൻ എനർജി. ഇപ്പം ചില ബോയ്സിനെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ, അവരുടെ ഉള്ളിൽ നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലൊരു ഫെമിനിൻ എനർജി ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പം ഒരു ബോയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് അവരവരുടെ ഫെമിനിൻ എനർജിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. മസ്കുലിൻ ഈസ് ഓക്കെ, പക്ഷെ ഫെമിനിൻ എനർജിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എനർജി, ഏറ്റവും നർച്ചറിങ് ആയിട്ടുള്ളൊരു എനർജി അല്ലേ? സോ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത്. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു എനർജിയിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സം ഓഫ് യു നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ച് നിങ്ങൾ ലവ് മാരേജ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഫാമിലിയും അച്ഛനും അമ്മയും എല്ലാവരെയും ഉപേക്ഷിച്ചിട്ടായിരിക്കും നിങ്ങൾ
ഈ ഒരു വ്യക്തിയുടെ പുറകെ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന എനർജി, മേ ബി നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കാം. ഇപ്പോൾ സം ഓഫ് ഇവിടെ നിങ്ങൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ളൊരു എനർജിയിലായിരിക്കും നിൽക്കുന്നുള്ളത്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അതിനെക്കുറിച്ചിട്ട് അറിയാനായിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ഓക്കെ, ഐ ഡോണ്ട് നോ. പക്ഷേ ഇവിടെ ഇത്രയൊക്കെ നിങ്ങളുടെ രണ്ട് പേരുടെയും ഭാഗത്ത് മിസ്റ്റേക്സുകളുണ്ട്. ആളുടെ മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങൾ പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയും, അവർ പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. മനസ്സിലായോ? അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവില്ല, നിങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല. ലൈക്ക് സംസാരിക്കുന്ന ടൈമിൽ രണ്ടുപേരും മനുഷ്യനാണ്, രണ്ടുപേർക്കും ഹേർട്ടാവും, രണ്ടുപേർക്കും ഹൃദയം ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോയിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നുള്ളത്. സോ അത് വളരെയധികം എന്താ പറയുക, പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഹേർട്ട് ആവുക എന്നുള്ളത്. അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പെയിൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ഒരു വ്യക്തിയിൽ ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഹേർട്ടല്ല എന്നല്ല, ഞാൻ ഈ ഒരു വ്യക്തിയെ ന്യായീകരിക്കുന്നതും അല്ല. ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ അത്രയും പെയിൻ എനിക്ക് ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം ഈ റീഡിങ്സ് ഫുള്ളും ഇമോഷണലായിട്ടുള്ളൊരു റീഡിങ്സ് ആണ്. നമ്മൾ പറയത്തില്ലേ, മൊത്തത്തിൽ നഷ്ടബോധത്തിൽ നമ്മൾ നിന്ന് സംസാരിക്കത്തില്ലേ, ആ ഒരു എനർജിയാണ്. അതിലല്ലെങ്കിൽ നമ്മൾ റിഗ്രഷൻ കൊണ്ട് സംസാരിക്കത്തില്ലേ, അത്രയും പെയിൻ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാളെ എത്രമാത്രം സ്നേഹിച്ചെന്ന് പറഞ്ഞാലും പെയിൻ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ലൈക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുകയേ വേണ്ടായിരുന്നു, എനിക്ക് പഴയ എന്നെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജിയാണ് ഇവിടെ. ഈ ഒരു ആത്മകഥമാണ് ഈ ഒരു വ്യക്തി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈമിൽ കേട്ടോ. ഇത് നെഗറ്റീവായിട്ടൊന്നും, എനിക്ക് നെഗറ്റീവ് എനർജി ആയിട്ടല്ല ഫീൽ ചെയ്തത്. പക്ഷെ കേൾക്കുന്നവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയില്ലല്ലോ. എല്ലാവരും മനുഷ്യരില്ല. നമ്മളെല്ലാ എനർജീസിനെയും ഒരു ഭയങ്കര കൈൻഡ്നെസ്സോട് കൂടിയാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്കിത് നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ സം ഓഫ് യു എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നൊരു കാര്യം, നിങ്ങളുടെ പേഴ്സൻ്റെ കരിയറിൽ ഭയങ്കരധികം ഇഷ്യൂസ് ഈ ഒരു മൊമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സം ഓഫ് യു എനിക്ക് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, നിങ്ങളുടെ ബോസുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, കോവർക്കറായിട്ട് കൊളീഗായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്, നിങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം. സോ അങ്ങനത്തെ എനർജീസ് ഒക്കെ എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നു. കുറേ എനർജീസ് ഉണ്ട്, നമ്മൾ എല്ലാം കിട്ടിയതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മേ ബി നിങ്ങളുടെ ബിസിനസ്സിൽ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ട് നിങ്ങൾ ബെനിഫിറ്റ്സ് ബെറ്റർ ആയിട്ടുള്ള, നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് ഓൾറെഡി, നിങ്ങളൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിൽ തന്നെ നിങ്ങളൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾക്കിപ്പം മൊത്തത്തിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് വാട്ട് ഇൻ ബിസിനസ്സിൽ എന്താണ് എന്നുള്ള രീതിക്കാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നുള്ളത് ഇവിടെ. പ്രസൻ്റ്ലി ഇവർ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് മണിയിലാണ്, ഫുൾ മണിയിൽ ഫോക്കസ്ഡ് ആണ്. ലൈക്ക് ഫൈനലി ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം, സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളുടെ കരിയർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ഒരു വ്യക്തി റിലേഷനിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ളൊരു ലെസൺ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രസൻ്റ്ലി ആളിൽ ഫോക്കസ്ഡ് ആണ്, ആളുടെ ഫാമിലിയിൽ ഫോക്കസ്ഡ് ആണ്, കരിയറിൽ ഫോക്കസ്ഡ് ആണ്. വളരെ ടോക്സിക് ആയിട്ടുള്ള വെയിൽ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഭയങ്കരമായിട്ട് ഇൻറ്റൻസ് ആയിട്ട് സെൽഫ് ലവിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അപ്പം ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. ജസ്റ്റിസ്. സം ഓഫ് യു എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഇവിടെ കോണ്ടാക്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ട്രൈ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഉറപ്പായിട്ടും കമ്മ്യൂണിക്കേഷൻ തിരിച്ചു വരും, കമ്മ്യൂണിക്കേഷൻ കിട്ടും. മേ ബി അതൊരു മെയിൽ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഫോൺ കോൾ ആവാം, മെസ്സേജസ് ആവാം. മേ ബി എല്ലായിടത്തും പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു മെയിൽ എന്നുള്ള രീതിക്കായിരിക്കും നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നത്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ സം ഓഫ് യു ദിസ് ഇസ് എ കാർമിക് സൈക്കിളാണ് കുറച്ച് പേർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഇതൊരു ഓക്കെ, ഈ ഒരു കാർമിക് സൈക്കിൾസ് എൻഡ് ആവാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു കാർമിക് സൈക്കിൾസിൻ്റെ ഇതിങ്ങനെ കറങ്ങുന്നോടെ വരെ, ആ ഒരു ചക്രം ഇങ്ങനെ കറങ്ങുന്ന ആ ടൈം വരെ നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഇത്രയും ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് സക്സസ് ആണ്. നിങ്ങൾ എന്താണോ ഈ റിലേഷനിൽ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയിൽ ഈ ഒരു കണക്ഷൻ നിൽക്കും കേട്ടോ. സോ ഡോണ്ട് വറി, ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്, വറീഡ് ആവണ്ട. ഇപ്പോൾ ഒരു ചെറിയൊരു ടവർ മൂവ്മെൻ്റ് ആണത്, അതൊക്കെ മാറിക്കോളൂ കേട്ടോ, ടെൻഷനൊന്നും ആവണ്ട. സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജി അല്ല ഇത് ഷിഫ്റ്റ് ആവും.
ഹെർമിറ്റിൻ്റെ എനർജി അല്ലേ, കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ എനർജി ഷിഫ്റ്റ് ആകും. സോ ഇത് കണ്ടിട്ട് നിങ്ങൾ ഡൗൺ ആവേണ്ട. 999 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. 111 കാണുന്നുണ്ടാവാം. 1111, 1010, 5, 555 നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. 777, 888. യാ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.